പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ക്രൗഡ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഒടുക്കത്തെ ക്രൗഡ് നിങ്ങൾ കണ്ടില്ലേ. ബോയ്സ് ആൻഡ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തൃശ്ശൂർ വരാൻ പോവാണ്. ഇപ്പോൾ വീഡിയോ തുടങ്ങാനാണ് ഉച്ചക്ക. ഞാൻ രാവിലെ താമസിച്ച് എഴുന്നേറ്റത്, പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തൃശ്ശൂർ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു ഷൂട്ടുണ്ട്, ചെറിയൊരു മീഡിയ പരിപാടിയുള്ള കാരണം ഹണി ചേച്ചിയും കാണാൻ പോകും നമ്മൾ. യെസ്, ഹണി റോസിനെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. എന്തിൻ്റെ പ്രോഗ്രാമെന്ന് എനിക്കറിയത്തില്ല. എന്തോ ബീച്ചിലാണ്, നമ്മുടെ തൃശ്ശൂർ ഒരു ബീച്ചുണ്ടല്ലോ, അഴീക്കോട് മുനക്കൽ ബീച്ച്. ഈ ഒരു ബീച്ചിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ മാത്രമല്ല, ആദർശുണ്ട്. ആദർശ് ഇപ്പോൾ ഓൺ ദ വേ ആണ്. ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, റെഡിയാകണം, പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ തൃശ്ശൂർ പോവാണ്. ഇപ്പോൾ ആദർശ് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 118 രൂപ വീഡിയോഗ്രാഫിക്ക് വേണ്ടി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ അതിന്റെ പെർമിഷൻ വേണം. ഇത് കുറേ ഉള്ളത് കാരണം എവിടെയാണ് പരിപാടി നടക്കണമെന്ന് അറിയത്തില്ല. ഫൈനലി നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ പരിപാടി ഇപ്പോഴല്ല നടക്കുന്നത്, ഒരു 6 മണിയല്ലടാ, 6 മണിയല്ലേ, 6 മണിയൊക്കെ ആകുമ്പോൾ നടക്കുന്നത്. ഇപ്പം 4-5 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. സ്റ്റേജ് മര്യാദ പോലും ആയിട്ടില്ല. വയസ്സോടെ പിള്ളേർ പട്ടമൊക്കെ വരട്ടെ. ഇവിടെ വന്നപ്പോൾ ക്രൗഡ് വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. പരിപാടി തുടങ്ങുമായിരിക്കും. അവിടെ ചെറുതായിട്ട് പാട്ടും ഗാനമേള എങ്ങനെ തുടങ്ങുന്നുണ്ട്. ചോദിച്ചപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ഒരു മുളകും മുട്ടയും മേടിച്ചിട്ടുണ്ട്. വെള്ളം മേടിച്ചു നമ്മൾ. എങ്ങനെയുണ്ട്? അതെ, കഴിക്കും വെള്ളം കുടിക്കുന്ന പോലെ. അതങ്ങനെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ക്രൗഡ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഒടുക്കത്തെ ക്രൗഡ് നിങ്ങൾ കണ്ടില്ലേ, ഇടിച്ചു കുത്തി വന്നേച്ചത് ഗൈസ്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഇന്നലത്തെ പരിപാടി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് നേരെ രാത്രി ഒരു 12 മണിയായി വീട്ടിൽ വന്നപ്പോൾ. വരുന്ന വയ്ക്കുന്ന നല്ല ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാനുള്ള ശേഷിയില്ലായിരുന്നു, കാരണം അത്രയും ദൂരം നമ്മൾ വണ്ടി ഓടിച്ച് വന്നായിരുന്നു. അത് കാരണമാണ് വീഡിയോ എടുക്കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മേടിച്ച സാധനങ്ങൾ വെച്ച് വീഡിയോ എടുക്കണം. അപ്പോൾ അതിനു മുമ്പ് രാവിലെ എണീറ്റ് ഞാൻ കുളിച്ച് ഫ്രഷ് ആയതേ ഉള്ളൂ. രാവിലെ ഒന്നും അല്ല കേട്ടോ, ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു 11:30 അങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കുമെന്ന് പമ്പത്തെ ഇവിടെ മുട്ടയും കൂടി പുഴുങ്ങി വെച്ചിരിക്കണം. ശരി, ഇനി ഇത് ഞാൻ തന്നെ പൊട്ടിച്ചെടുക്കണം. ഒരു 1.5 പുട്ട്, കുറച്ച് പയറ്, 3 മുട്ട, അത്രേ ഉള്ളൂ. ഞാനത് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാ ദിവസവും മുട്ട കഴിക്കുമായിരുന്നു. വീട്ടിൽ ചിലവാകുന്ന മുട്ട എന്ന് പറയുന്നത് 5-6 മുട്ടയൊക്കെ ആയിരിക്കും ഒരു ദിവസം കഴിക്കണത്. അതിൽ കൂടുതൽ കഴിക്കുന്നവരുണ്ട് കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞെന്നുള്ളൂ. എന്നിട്ടൊന്നും ജിമ്മിലൊക്കെ പോകും, വെച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടണം. ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ല കേട്ടോ, അമ്മ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് പ്രകൃതി ആസ്വദിക്കാനായിട്ട് പുറത്തിറങ്ങി നിൽക്കുവാണ്. വെറുതെ ഇല്ല കേട്ടോ, ചുമ്മാ വീടും കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അപ്പോഴാണ് നോക്കിയപ്പോൾ ഇവിടെ കുറേ ചിത്രശലഭങ്ങൾ പറക്കുന്നു. ഇത് ചിത്രശലഭ ചെടി അങ്ങനെ കണ്ടാട്ടോ ഇതിന് പറയണത്. എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ പുല്ലിന് മരുന്നടിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ്, എൻ്റെ പുറകെ കാണുന്ന സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ മാത്രം അടിച്ചില്ല, കാരണം വെറുതെ അതുങ്ങൾക്ക് എന്തിനാ ശല്യമാകുന്നത്. നിങ്ങൾ വല്ലപ്പോഴും വന്നിരിക്കണമല്ലേ, വല്ലപ്പോഴും അല്ല എല്ലാ ദിവസവും വരും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം ഞാൻ അടിച്ചില്ല. ഇനി അടിക്കാനുണ്ട്. ഇനി വീടിൻ്റെ പുറകുവശത്തോട്ട് കുറേ അടിക്കാനുണ്ട്. അപ്പോൾ അത് അടിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പം. ഈ സൈഡൊക്കെ കുറച്ച് കാടൊക്കെ വെട്ടി തെളിക്കാനുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ളും അടിച്ചായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയെന്ന് വെച്ചാൽ ഈ കാട്ടിക്കണ്ടായിരുന്നു ചെടി ഇട്ട് വെക്കും. എന്നിട്ട് പുല്ലിലടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പറയും ഞാൻ ചെടിയിലടിച്ചത് ചെടി നശിപ്പിക്കുമെന്നൊക്കെ. എന്ത് ചെയ്യാനായിട്ടാ. ഒക്കെ കുറച്ചൊക്കെ അടിച്ചിട്ടുണ്ട്, അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഞാനുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഫുള്ള് കളയണം. ഇത് വീട്ടിലെ പുറകെ മീൻടാക്കാട്ടാ. ഈ മീൻടാക്കൊക്കെ ശരിയാക്കണം എന്ന് പറഞ്ഞ് കുറേ നാളായിട്ട് പറയണത്, ഒന്നും നടക്കണില്ല. ആകുന്ന സൂപ്പർ പച്ചവെള്ളം. ഈ ടോട്ടൽ 8 ടാങ്കുണ്ട്. നേരത്തെ ഇതിനകത്ത് എന്തായിരുന്നു, ഗൗര, ആ ടാങ്കിൽ ഗൗരയായിരുന്നു. പിന്നെ ഇതിൽ എന്തോ ഇതിൽ ഷാർക്കായിരുന്നു, ചെറിയ ടൈപ്പേ. പിന്നെ അങ്ങനെ സക്കർ, മോളി, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഈ ടാങ്കിൽ പാമ്പുണ്ട്, ഐ മീൻ ചെറിയ പാമ്പ്, നീർക്കോലി. അപ്പുറത്തെ തവളയുണ്ട്. പിന്നെ ചിലതിലൊക്കെ എന്തോ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ട്, ഗപ്പിയൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ മേടിച്ച് ഗപ്പിയൊക്കെ ഇട്ട് വളർത്തിയായിരുന്നു. ഈ കൊതുകൊന്നും പിടിക്കണ്ടല്ലോ,
അത് കാരണം വെള്ളത്തിൻ്റെ കളർ നോക്കി, ഇതൊക്കെ മറ്റേ അമീബ ഉണ്ടാവും ഇതിനകത്ത്, ദൈവത്തിനറിയാം. ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്ത് വരും, ഇതേം ഒരു പരുവക്കേടാവും. അപ്പോൾ ക്ലീനിങ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ബ്ലോഗും കൂടി നമ്മളിടാം. എനിക്കറിയത്തില്ല ക്ലീനിങ്, ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ ഇത് ശ്രമിച്ചാൽ വേണമെന്നൊക്കെ വെച്ചാൽ നടക്കും. ഈ വെള്ളത്തിന് പച്ചയാണെങ്കിൽ ആ കളറിന് ആ വെള്ളത്തിന് എന്ത് കളറാ, ഒരു കറുത്ത കളർ പോലത്തെ ലീക്കേജ് ഉണ്ട് ടാങ്കിന്. ഇതിൽ എത്ര ഉള്ളൂ, അതിലെത്ര ഉണ്ട്, ഇതിലെത്ര ഉണ്ട്, ഇതിലും കുറവാണ്. അപ്പോൾ ഇതിൽ ഏത് ടാങ്കിലൊക്കെയാണ് വെള്ളം കറക്റ്റായിട്ട് നിൽക്കണത്. നമ്മൾ ഒരു അളവിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവും, പക്ഷേ അത് താഴത്തേക്ക് ഇരുന്ന് പോകത്തില്ല. ഇനി ഒരു സൈഡിൽ കൊണ്ടാണ് ലീക്ക്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ടാങ്കിൽ നിൽക്കില്ല, അത് മുഷിയായിരുന്നു, അതിൽ ഫുള്ളും വെള്ളം നിൽക്കില്ല, അല്ലെങ്കിൽ നിറഞ്ഞു കിടന്നേനല്ലേ ഗൈസ്. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. വീഡിയോസ് അല്ലേ, ഇനി തംബ്നെയിൽ എഡിറ്റ് ചെയ്യാനുണ്ട്. അത് കാര്യം ഞാൻ മറന്നിരിക്കുകയാണ്. അത് ഇനി എങ്ങനെ എഡിറ്റ് ചെയ്ത് തീർക്കൊന്നും പിടുത്തമില്ല. എന്തായാലും കുഴപ്പമില്ല, എല്ലാത്തിനും സമയം കണ്ടെത്തി എങ്ങനെ ചെയ്തു പോകും. ഇനി കുറച്ച് വീഡിയോസ് എടുക്കാനും ഉണ്ട്. ആ പെപ്സി കോളയൊക്കെ മേടിച്ചില്ലേ, അതിൻ്റെ അത് ഇങ്ങനെ എടുക്കാണ്ട് ഇങ്ങനെ നീണ്ടു പോവാം. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, എന്തായാലും അടുത്ത് തന്നെ വരും. അത് നമ്മുടെ മറ്റേ ചാനലായിരിക്കും, ജി ടെക് ബ്ലോഗ്സിലായിരിക്കും വരുന്നത്. അപ്പോൾ തംബ്നെയിൽ എഡിറ്റ് ചെയ്യണം. തംബ്നെയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല, ഒരു മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ 2-3 വീഡിയോസിൻ്റെ തംബ്നെയിലൊക്കെ പുഷ്പം പോലെ ചെയ്യാവുന്നുള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ വെച്ച് നിർത്തുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം, അല്ല അടുത്തൊരു ബ്ലോഗ് ആയിട്ട് കാണുന്നവരെ നിങ്ങൾ സ്വന്തം നമ്മുടെ സ്വന്തം ചാനൽ. പീസ്.